ഹലോ മൈ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ പുതിയതായിട്ട് പാലക്കാട് ഒരു ഫെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ പോയി വേണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളും ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. ഞാൻ ഒരു വോയിസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഏഷ്ണിട്ടൊരു സാധനം ഈ കറുപ്പാണ്. ഓക്കെ അല്ലേ? എൻ്റെ ഷർട്ട് ഇട്ട് നീ ഒരുപാട് നെഹളിക്കണ്ട. ഓക്കെ, രസം കൊണ്ട് ഊരി വെച്ചോ. നിന്റെ ചെകിട് ഞാൻ തിരിക്കണ്ടാ. ഗൈസ്, അപ്പം ഞങ്ങൾ പോയിട്ട് കേട്ടോ, പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ ഈ വരുന്നതായിരിക്കും. ഓക്കെ, ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടാണ് ഞങ്ങളുടെ കാഷ്യർ. പോ, എവിടെയെങ്കിലും പോ, അതിൽ പോ. വീണ്ടും നാണം കേട്ടോ. ഇവിടെ ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. ഞങ്ങൾ ടോട്ടൽ ഒരു 5 പേര്. ഇതാണ് നമ്മുടെ എൻട്രി. ഇതിന്റെ ഉള്ളിൽ കൂടെ കുറച്ച് പോകാണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, വാവ് ആയിട്ടുണ്ടല്ലേ. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുറെ കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി സംഭവം ഉണ്ടാവും. എന്താ വെച്ചാൽ കുറെ ലൈറ്റ് അറേഞ്ച്മെന്റും ഉണ്ട്. കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണ്. കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ വന്ന് നോക്കുക, കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇത് പ്രതിമയൊന്നുമല്ല, ഇത് എന്റെ അനിയത്തിയാണ്. നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ നന്നായി ഇത് എൻജോയ് ചെയ്യും. കാരണം അത് അത്രയും നന്നായിട്ടുണ്ട്. അവര് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി, നല്ല കളർഫുൾ ആയിട്ടുള്ള കുടകൾ തൂക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നിങ്ങളും ഞാനും കാത്തിരുന്ന നല്ല അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇതാണ് ആ വെള്ളച്ചാട്ടം. ഏത് വെള്ളച്ചാട്ടം? അത്ഭുത വെള്ളച്ചാട്ടം. ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്ത ഒരു 5:30 ഉണ്ടാവും. അതുകൊണ്ട് അത്ര തിരക്ക് ഇവിടെ കാണാനില്ല. പക്ഷെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, ഈ കാണുന്നത് നമുക്ക് DJ ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു സ്റ്റേജാണ്. ഇവിടെ പക്ഷെ ആരും കളിക്കണമെന്നും കാണാനില്ല. എന്നെ വിളിച്ചുകൊണ്ട് എന്റെ അച്ഛൻ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ക്യാമറയായിട്ട്. ഇതുപോലെ കുറച്ചൊക്കെ നമുക്ക് കയറാനൊക്കെ പറ്റുന്നുണ്ടോ? കുറച്ച് ദൂരം കയറി നമുക്ക് ചെരുപ്പൊക്കെ ഊരി വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കളിക്കാനൊക്കെ പറ്റും. അവിടെ നോക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ അവര് അങ്ങനെ പറയണതൊന്നും കേൾക്കാറില്ല. അവിടെ വെള്ളത്തിൽ കയറണ്ട, ചാടണ്ട, അങ്ങനെയൊന്നും പറയണില്ല. കുറച്ച് ദൂരമൊക്കെ നമുക്ക് മുകളിലേക്ക് കയറാനൊക്കെ പറ്റും. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഇതൊക്കെ നൈറ്റ് കാണാൻ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിരിക്കും. എന്തായാലും നൈറ്റ് ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ പോകാനുള്ള തീരുമാനമുള്ളൂ. പിന്നെ ഇവര് വേറൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, റോബോട്ടാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിരിക്കും. അവരൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ കൊള്ളാട്ടോ, അടിപൊളി സംഭവമാണ്. നേരിട്ട് വന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ കാണാൻ പോണത് ഇവരുടെ ഷോപ്പിംഗ് മാളാണ്. കേറുമ്പോ തന്നെ സോഫ സെറ്റ്, അലമാര, ബെഡ്, കട്ട്ല, ജനല്, വാതില് പറഞ്ഞ കുറെ സാധനങ്ങൾ അവർ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അതിലേതാണോ വേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് മേടിച്ചിട്ട് പോവാ. അതൊന്നും വിഷയമില്ല. കുറഞ്ഞ റേറ്റിലാണ് ഇവർ കൊടുക്കണമെന്നാണ് പറയണത്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക. വേണ്ടാത്തവർ അത് നോക്കിയിട്ട് ഓക്കെയാണ് പറഞ്ഞിട്ട് പോവാം. സോഫ സെറ്റും ബെഡും കട്ടിലും എല്ലാം നോക്കിയതിന് ശേഷം നേരെ നമുക്ക് വരുന്നത് ബുക്ക് സ്റ്റാളിലേക്കാണ്. ഇവിടെ നമുക്ക് വേണ്ട അത്യാവശ്യം കുറെ ബുക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടവർക്ക് വാങ്ങിക്കാം, വേണ്ടാത്തവർ വാങ്ങിക്കണ്ട. നമ്മൾ വാങ്ങിക്കാൻ വന്നതല്ല, വെറുതെ നോക്കിയിരുന്നു മാത്രം. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെയാണ്. എൻ്റെ അച്ഛൻ പിന്നെ വേറെ ഒന്നും നോക്കിയിട്ടില്ല, നേരെ പോയി 2 കത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒന്നും വാങ്ങിച്ചില്ല എന്ന് ഇനി പറയണ്ടല്ലോ. ഇവിടെ നമുക്കൊരു പൂരപ്പറമ്പ് പോലെയും കാണാൻ പറ്റും. ഈ കാണുന്നതാണ് നമുക്ക് എല്ലാമായ കുറെ തരം അച്ചാറുകൾ. ഇവിടെ വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല, ക്വാണ്ടിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഞങ്ങൾ മേടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കുറേ തരം അച്ചാറുകളുണ്ട്, നല്ല നല്ല മണമുണ്ട്. പിന്നെ ഞങ്ങൾ അത് നോക്കി വെള്ളമൊക്കെ വേറെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും മേടിക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ കുറേ തരം മുട്ടായികളാണ്. അപ്പം ഞാനൊക്കെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ കിട്ടാറില്ല, നമുക്ക് എല്ലാവരുടെയും കാണില്ലല്ലോ. ഇപ്പോൾ പലതരം പുതിയ വെറൈറ്റി മുട്ടായികളല്ലേ ഇറങ്ങുന്നത്. ഇപ്പോൾ നേരത്തെ ഉള്ള മുട്ടായികളൊക്കെയാണ് അവരിപ്പോൾ ഇവിടെ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. വേണ്ടവർക്ക് മേടിക്കുക. ഏതി തൊട്ടായാലും 20, 30, 40 എങ്ങാണ്ടൊക്കെ പറയണ്ടായിരുന്നു അവർ. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് കുറേ ചെരുപ്പുകളാണ്. 200, 250 ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഇതിൽ കൂടുതൽ റേറ്റ് ഇല്ല, ഇതിൽ കമ്മിയുമില്ല. അത്രയൊക്കെ റേറ്റ് കമ്മിയാണെങ്കിൽ നമ്മളൊക്കെ എല്ലാവരും കയറി നോക്കും, എന്നിട്ടും എടുക്കൊന്നുമില്ല. എന്നാലും ജസ്റ്റ് കയറാന്നുള്ള ഭാവത്തിലാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മളൊക്കെ നോട്ട്ബുക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറേ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ ഇവരുടെ ചെറിയൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രെയിംസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർ. നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി, അപ്പം തന്നെ അവർ പ്രിൻ്റ് ചെയ്ത് ഫ്രെയിമാക്കി തരുന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് വന്ന് ഇവിടെ വന്നിട്ട് മേടിക്കാം. പിന്നെ നമ്മുടെ എല്ലാമായ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ഫുഡാണ്. ആ സംഭവം കൂടി അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഫുഡാണെന്ന് പറയാനൊന്നും പറ്റില്ല, എന്നാലും അത്യാവശ്യം ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഇവിടുത്തെ അങ്ങനെ ഏതും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ കൂടെ വന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും
കഴിക്കാമെന്ന് പറഞ്ഞത് ഈ ഒരു സാധനമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രം ഒരൊറ്റ പ്ലേറ്റ് ഞങ്ങൾ മേടിച്ചു. പക്ഷേ സാധനം കൊള്ളായിരുന്നു. എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ചെറുതായിട്ടേ ഇഷ്ടപ്പെട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് അവർക്ക് അറിയുള്ളൂ. ഞാൻ അവരോട് ചോദിക്കാനും പോയിട്ടില്ല. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിയിൽ കിട്ടുന്ന പോലെ വലുതായിട്ടൊന്നും ഇവിടെ ഇല്ല. വലിയ വലിയ പപ്പടങ്ങളുണ്ട്. വലിയ പാക്കറ്റിലാക്കിയ പപ്പടം, വെള്ള പപ്പടം അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പപ്പടം റെഡി ആയിട്ടുണ്ട്. വേണ്ടവർക്ക് വരാം, കഴിക്കാം, പോവാം. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വണ്ടി നിർത്തിയത് ഏതാന്ന് വെച്ചാൽ ബൻമസ്ക എന്ന് പറയുന്ന പുതിയ മോഡൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫുഡാണ്. ഫുഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ബന്ന് കൊണ്ട് കുറച്ച് ക്രീമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു സാധനം. കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ഇനിയാണ് നമ്മൾ യന്ത്രം കൊണ്ടുള്ള പരിപാടികൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഇരിക്കാനും കളിക്കാനും പറ്റിയ സാധനമാണ് തീവണ്ടി. ഈ കാണുന്ന ഒരു സാധനം, ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് പേര് പറയണത് ഇത് നന്നായി പേടിക്കാനുണ്ട് എന്നാണ്. അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം തലയൊന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് യന്ത്രയൂഞ്ഞാലുകളുടെ പരിപാടികൾ കാണാൻ പറ്റും. ഏകദേശം നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാം. ഗൈസ്, അങ്ങനെ അച്ഛൻ്റെ ആ സ്വപ്നം ഫലിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ടൈറ്റാനിക്കിന്റെ മുകളിൽ ഒരു മാലാകനും മാലാകിയും. ഗൈസ്, എല്ലാവരും രാത്രി വരുന്നതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് ലൈറ്റ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. ഒരുപാട് നേരത്തെ വന്നു കഴിഞ്ഞാൽ കാണാൻ ആ ഒരു സമയത്തുള്ള ലൈറ്റിങ് കാണാൻ പറ്റും. ലൈറ്റിംഗ് ഉണ്ടാവില്ല, ഒരു അത്യാവശ്യം എന്താണ് ക്ലൈമറ്റ്, ആ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാത്രിയും കൂടി നിൽക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ലൈറ്റിങ്ങും കാര്യങ്ങളും, ഇവിടുത്തെ രാത്രി എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയൊക്കെയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കുറച്ച് നേരത്തെ കണ്ട റോബോട്ട് ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം നിറയെ ആൾക്കാരായിട്ടുണ്ട്. കുട്ടികളാണ് അധികവും ഉള്ളത്. റോബോട്ട് നല്ല രീതിക്ക് കുട്ടികളെ വശത്താക്കുന്നുണ്ട്, നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട്. എന്തോ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇത് ഇവൻ പോലും എൻ്റെ അടുത്ത് ഓടി വന്നിരിക്കും. ഇതേ കണ്ടോ, എനിക്ക് ഷേക്കിൻ്റെ ഒക്കെ തരുന്ന കണ്ടോ, ഇതാണ് ഇവനക്ക് എല്ലാവർക്കും എന്നെ മതിയെന്നേ. ഗൈസ്, അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് നിങ്ങളും വന്ന് നോക്കുക, എങ്ങനെയുണ്ട്, സെറ്റാണോ, ഓക്കെ ആണോ, വൈബാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു റിവ്യൂ ഇവർക്ക് കൊടുക്കുക. ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അച്ഛൻ ഞങ്ങൾക്ക് വയറ് നിറച്ച് മന്തി വാങ്ങി തന്നിട്ടുണ്ട്. അത് നല്ല രീതിക്ക് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങട്ടെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ ഗൈസ്. மறக்காம சர்ப்ரைஸ் பண்ணுங்க.